പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വിദേശത്തേക്കും അന്വേഷണം നീട്ടുകയാണ് പോലീസ്. പ്രതികളിൽ വിദേശത്തുള്ള ആൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. കേസിൽ DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. അറസ്റ്റിലായവരുടെ എണ്ണം 28 ആയിട്ടുണ്ട്. പേർ പീഡിപ്പിച്ചെന്ന പത്തനംതിട്ടയിലെ പെൺകുട്ടിയുടെ മൊഴി കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തുവന്നത്. പ്രതികളിലൊരാൾ വിദേശത്തുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 മാസം മുൻപ് നാട്ടിൽ വന്നുപോയ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. പിതാവിന്റെ ഫോൺ വഴി പെൺകുട്ടിയെ ബന്ധപ്പെട്ടവരാണ് നിലവിൽ പിടിയിലായത്. 2 പോലീസ് സ്റ്റേഷനുകളിലായി 28 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ആകെ 14 FIR. 7 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. പത്തനംതിട്ട ജില്ലയ്ക്കുള്ളിലെ മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനകം പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ പ്രതികളുടെ ഫോൺ കോൾ ലൊക്കേഷൻ അടക്കം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുള്ളതിനാൽ വീണ്ടും കൗൺസിലിംഗ് നടത്തി മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. 64 പേരുടെ പേര് പെൺകുട്ടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്രയും പേർക്കെതിരായുള്ള ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മതിയെന്നാണ് പോലീസിന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. സംഘത്തിൽ പത്തനംതിട്ട SP VG വിനോദ് കുമാറും DYSP S നന്ദകുമാറും അടക്കം ജില്ലയിലെ 25 ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളത്തോടുകൂടി കൂടുതൽ ആളുകളുടെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള DIG അജിത ബീഗം ഒരുപക്ഷെ നാളെ തന്നെ പത്തനംതിട്ടയിലെത്തിയേക്കും. കേസിൽ എന്തായാലും നിർണായക വഴിത്തിരിവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് കൂടി ഒന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ടയിലെ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, അതിൽ കൂടുതൽ പേർ അറസ്റ്റിലാവുന്ന സാഹചര്യം, അതിൽ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ്. ആരൊക്കെയാണ് കുറ്റക്കാരെന്നുള്ള കാര്യം വെളിച്ചത്ത് വരണം എന്നുള്ള ആവശ്യമാണ് പ്രേക്ഷകർ പൊതുവായി മുന്നോട്ട് വയ്ക്കുന്നത്.